നമ്മളെന്നും പറയുന്നത് പോലെ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ക്ലാസുകൾ കേൾക്കുന്നതും ദുആയിൽ കൂട്ടാൻ പറയുന്നതുമെല്ലാം എന്റെ പ്രിയമുള്ളവരെ പടച്ചറബിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ്. ആ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം എനിക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകളുണ്ട് ആ ഒരു വിഭാഗം ആളുകൾക്ക് നാളെ പടച്ചു തമ്പുരാന് കൊടുക്കുന്ന സ്വർഗം എന്താണെന്നറിയോ? അല്ലാഹു തആല രണ്ട് സ്വർഗമാണല്ലോ കൊടുക്കുന്നത്, രണ്ട് സ്വർഗമാണല്ലോ കൊടുക്കുന്നത്. വഅദ് പറയുന്ന എനിക്കും വഅദ് കേൾക്കുന്ന നിങ്ങൾക്കുമെല്ലാം പടച്ച റബ്ബ് ഒറ്റ സ്വർഗമാ തരുന്നത്. സദഖ കൊടുക്കുന്നവന് ഒറ്റ സ്വർഗമാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനൊറ്റ സ്വർഗമാണ്, എല്ലാ നന്മകൾ ചെയ്യുന്നവനക്കും അല്ലാഹു ഒരു സ്വർഗമാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്നാ പടച്ചുറബേ അല്ലാഹു തആല രണ്ട് സ്വർഗം നൽകുന്ന ഒരു വിഭാഗമുണ്ട്. നാളെ പടച്ചുറബിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവരില് അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, യാ സ്വഹാബാ, നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിലൂടെ കടന്നു വരുമ്പോ പടച്ചുറബ് രണ്ട് സ്വർഗം കൊടുക്കുന്ന വിഭാഗമുണ്ട് എന്നതാവിടുന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഉമർ തങ്ങളുടെ മുമ്പിലൂടെ കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. കാണാൻ വല്ലാത്ത സുന്ദരനായിരുന്നു, എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. പടച്ചുറബേ മദീനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ഈ ചെറുപ്പക്കാരനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്കും സുന്ദരനാണ് ഈ ചെറുപ്പക്കാരന്. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്ന ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടല്ല, പടച്ചുറബേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. എന്താണ് ആ പ്രവർത്തനമെന്നറിയോ? അല്ലാഹുവേ, പള്ളിയിൽ നിന്നങ്ങ് ബാങ്ക് വിളിച്ചാൽ അല്ലാഹ് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. 5 വഖത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്ന പൊന്നുമോനാണ്. പടച്ചുറബേ അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചുറബിനോട് ഒരുപാട് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന പൊന്നുമോനാണ്. ഒരു ജമാഅത്തും മുടക്കാറില്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് എന്റെ പ്രിയമുള്ളവരെ. ആ ചെറുപ്പക്കാരനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചുറബേ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ തന്റെ വയ്യരികിൽ ഒരു വീടുണ്ട്, അവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണി ചെറുപ്പക്കാരനെ വല്ലാതെ അവിടുന്ന് വശീകരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് പടച്ചുറബേ അവിടുന്ന് തന്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പെണ്ണായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹ് പെണ്ണാ ചെറുപ്പക്കാരന്റെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് അവളിങ്ങനെ വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കുമല്ലോ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമല്ലോ. അല്ലാഹുവേ, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ ചെറുപ്പക്കാരന് മുന്നോട്ട് കടന്നു പോവുകയാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ദിവസങ്ങൾ കടന്നു, അവരിങ്ങനെ നടന്നു പോവുകയാണ്. ഇശാ നമസ്കാരത്തിന് വേണ്ടി പടച്ചുറപ്പിന്റെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഈ പെണ്ണതായി ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. പടച്ചുറപ്പെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോ ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ചുംബനം കൊടുക്കുകയാണ്. അല്ലാ എന്നിട്ടോ ഹറാമിലേക്ക് ആ ചെറുപ്പക്കാരനെ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ പെണ്ണിന്റെ ചതിയിൽ നിന്ന് ഓടി മറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പടച്ചുറപ്പ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ,
അല്ലാഹുവേ ഇതിങ്ങനെ കാണുകയാണ്. വീട്ടിനകത്തേക്ക് കടന്നു വന്നിട്ട് ബോധരഹിതനായിട്ട് വീഴുകയാണ്. തന്റെ പ്രിയപ്പെട്ട വാപ്പയതാ പടച്ചവനെ തന്റെ അടുത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ മുഖത്തേക്ക് വെള്ളം തളിക്കുകയാണ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എണീക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കണ്ണീരോടെ തന്റെ വാപ്പാന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, വാപ്പാ ഞാൻ എന്റെ ഇരുലോകവും നഷ്ടപ്പെടുത്തി വാപ്പാ. ഞാൻ എന്റെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇനി നരകത്തിന്റെ ആളായി കൊണ്ട് കടന്നു ചെല്ലണ്ടേ? ഞാനൊരു പെണ്ണിനെ വ്യഭിചരിച്ചവനായിട്ട് കടന്നു ചെല്ലണ്ടേ? ഞാൻ ഹറാമിന്റെ വഴികളിലൂടെ കടന്നു പോയനായിട്ട് കടന്നു വരണ്ടേ എന്നതാ അവിടുന്ന് പ്രിയപ്പെട്ട വാപ്പാന്റെ കയ്യെ പിടിച്ചിട്ട് ഈ പൊന്നുമോന് പറയുകയാണ്. അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. അല്ലാ അല്ലാ. പ്രിയപ്പെട്ട വാപ്പ പറയുന്നു, മോനെ നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലടാ, നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ആ പെണ്ണ് നിന്നെ കയറിയിട്ട് പിടിച്ചതല്ലേ, നിന്റെ മുമ്പിലേക്ക് കയറി വന്നതല്ലേ. പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്നതാ അവിടെ നീ പ്രിയപ്പെട്ട വാപ്പ എവിടെന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഈ പൊന്നുമോൻ അവിടുന്ന് കരച്ചിൽ നിർത്തുന്നില്ല. ഈ പൊന്നുമോൻ അവിടുന്ന് കരച്ചിൽ നിർത്തുന്നില്ല. പാപ്പാക്ക് പേടിയായി, പടച്ചവനെ എന്റെ പൊന്നുമോന് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലാ എന്നീ പ്രിയപ്പെട്ട വാപ്പാക്ക് വല്ലാത്ത പേടിയാവുകയാണ്, വല്ലാത്ത ഭയമാവുകയാണ്. പടച്ചവനെ ഈ പ്രിയപ്പെട്ട വാപ്പയതാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ പൊന്നുമോൻ പറയുന്നു, വാപ്പാ നിങ്ങൾ ഉമർ തങ്ങളുടെ അടുത്തേക്കൊന്ന് ചെല്ലുമോ? ഉമർ തങ്ങളുടെ അടുത്തേക്കൊന്ന് ചെല്ലുമോ? എന്നിട്ട് ഇതിന്റെ വിധി ഒന്ന് ചോദിച്ചിട്ട് വരുമോ എന്നതാ പടച്ചുറപ്പേ തന്റെ പ്രിയപ്പെട്ട വാപ്പാനേതാ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഉമർ തങ്ങളുടെ അടുത്തേക്ക് തന്റെ പൊന്നുമോന് പറഞ്ഞത് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ വാപ്പ കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, തങ്ങളെ ഇന്നലെ ഇവിടുന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പൊന്നുമോന് വീട്ടിലേക്ക് വന്നതാ. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് എന്റെ പൊന്നുമോന്. എന്റെ പൊന്നുമോന് വല്ലാത്ത വേദനയിലാണ്. അവന്റെ ഹൃദയം തകർന്നു പോയിരിക്കുകയാണ്. അവൻ അല്ലാഹുവിനെ പേടിച്ചിട്ട് കരയുകയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ അവിടുന്ന് ഉമർ തങ്ങൾ പറയുകയാണ്, വാപ്പാവനോട് വിഷമിക്കണ്ടെന്ന് പറ, അവനോട് സങ്കടപ്പെടണ്ട എന്ന് പറ. അവന് ചെയ്ത തെറ്റല്ലല്ലോ, അവന് വന്നിട്ട് ആ പെണ്ണ് കയറി പിടിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവനോട് വിഷമിക്കണ്ടെന്ന് പറയണമെന്ന് പറയുമ്പോ അല്ലാഹുവേ സന്തോഷത്തോടുകൂടെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് സമാധാനമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അതാ ഈ വാപ്പ ഇങ്ങനെ കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ തന്റെ വീടിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. വീടിന്റെ വാതിലങ്ങ് തള്ളി തുറക്കേണ്ട താമസമതാ. ആ വാപ്പ കാണുന്ന രംഗമെന്തെന്നറിയോ? തന്റെ പൊന്നുമോനതാ പടച്ചനെ ആ വീടിനുള്ളിൽ മരിച്ചു കിടക്കുകയാണ്. ഉമ്മ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്തേ നെഞ്ചു പൊട്ടി തകർന്നു പോയിട്ടാ? നരകത്തെ ഓർത്തിട്ടാ? ഖബറിനെ ഓർത്തിട്ടാണ്? മഅ്ശറയെ ഓർത്തിട്ടാണ്? നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ വ്യഭിചാരിയായി കടന്നു വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇൻസ്റ്റഗ്രാമിലൂടെയും പടച്ചവനെ അല്ലാഹുവേ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ അയൽവാസിയാകട്ടെ അവനൊന്ന് ചിരിച്ചു കാട്ടുമ്പോഴേക്ക്, അവനൊന്ന് കണ്ണിറുക്കി കാട്ടുമ്പോഴേക്ക് അല്ലാഹുവേ അവന്റെ കൂടെ ബൈക്കിലൂടെ കറങ്ങാൻ പോകുന്ന പെണ്ണെ ഏതെങ്കിലും ഒരുത്തി ഒന്ന് ചിരിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവയുടെ ചിരിക്ക് മുമ്പിൽ മയങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരാ, നീ പഠിക്കുമോനെ, നിനക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിനെ പേടി
പേടിയുണ്ടോ? നരകത്തെ പേടിച്ചിട്ടുണ്ടോ? ഇന്നേവരൊരു തുള്ളി കണ്ണുനീരെങ്ങാനും നമ്മുടെ ഹൃദയത്തിനകത്ത് തട്ടിക്കൊണ്ട് പടച്ചറബേ നിന്റെ കണ്ണിലൂടെ കലങ്ങിയ കണ്ണായിട്ട് പൊന്നുമോളെ വന്നിട്ടുണ്ടോ? സീരിയല് കണ്ടിട്ട് എത്ര കരഞ്ഞിട്ടുണ്ടോ? പോനെ സിനിമ കണ്ടിട്ട് നീ എത്ര കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ നിന്റെ കാമുകി തെറ്റിപ്പോയെന്ന് കേട്ടപ്പോ, നിന്റെ പെണ്ണ് ഇല്ലാതെയായെന്ന് കേട്ടപ്പോ പടച്ചറബേ നീ എത്ര കരഞ്ഞിട്ടുണ്ടടാ? നിന്റെ കാമുകൻ നിന്നോട് പിണങ്ങിയെന്ന് കേട്ടപ്പോ നീ എത്രയോ കരഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഞാനും നിങ്ങളും പടച്ചറബിനെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും അതിന് സാധിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ കരഞ്ഞ് അല്ലാഹനെ പേടിച്ചിട്ട്, മഅ്ശറയെ പേടിച്ചിട്ട്, ഖബറിനെ പേടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുക. ഹൃദയം തകർന്നു പോയുമ്മ, ഹൃദയം തകർന്നു പോയല്ലോ. പടച്ചറബേ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞല്ലോ. ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞെന്ന് കേട്ടപ്പോ അല്ലാഹുവേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് പോയി. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഓതുകയാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹ് പറയുകയാണ്, അല്ലാഹനെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞവരാരുണ്ടോ? എടാ നിനക്ക് അല്ലാഹ് രണ്ട് സ്വർഗ്ഗമാ നൽകുന്നത്, നിനക്ക് അല്ലാഹ് രണ്ട് സ്വർഗ്ഗമാ നൽകുന്നതെന്ന് അതാ ഇവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ ഈ പെണ്ണവിടുന്ന് കേറിയിട്ട് തന്റെ ശരീരത്തേക്ക് പിടിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? എനിക്കെന്റെ അല്ലാഹനെ പേടിയാണ്, എനിക്കെന്റെ അല്ലാഹനെ പേടിയാണ് എന്നതാവിടം തന്റെ പ്രിയമുള്ളവരെ ഈ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞിട്ട് ഈ വാക്കുകളുമായിട്ടാണ് തന്റെ വീട്ടിലേക്ക് ഓടിപ്പോയത്. അല്ലാഹുവേ തെറ്റിലേക്ക് ഏതെങ്കിലും ഒരുത്തൻ കയറിയിട്ട് വന്നിട്ട് വിളിക്കുമ്പോ, ഏതെങ്കിലും ഒരുത്ത് കയറി വന്നിട്ട് വിളിക്കുമ്പോ ചെറുപ്പക്കാരാ പൊന്നുമോളെ നമുക്ക് പറയാൻ കഴിയണം, ഇന്നി അഖാഫുല്ലാഹ്, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കെന്റെ അല്ലാഹനെ പേടിയാ. എന്റെ അല്ലാഹ് എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്റെ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല, എന്റെ റസൂലിന് ഇഷ്ടമില്ലെന്ന് എന്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണല്ലോ, എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണല്ലോ. അവിടെയാണ് നമുക്ക് ഈമാനുണ്ടെന്ന് പറയാൻ കഴിയുന്നത്. എന്റെ പ്രിയമുള്ളവരെ എവിടെയാ ഈമാനെന്നറിയോ? എവിടെയാ ഈമാനെന്നറിയോ? പഠിച്ചവനെ നിന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹ് നോക്കുന്നത്, എന്റെ ഹൃദയത്തിലേക്കാണ് അല്ലാഹ് നോക്കുന്നത്. പലരും പറയുമല്ലോ എത്ര തെറ്റുകളിലൂടെ കടന്നു പോകുമ്പോ തെറ്റ് ചെയ്യുന്നവനാണെന്ന് പറയുമ്പോ അല്ലാഹുവേ പല ആളുകളും പറയാറുണ്ടല്ലോ, പല ആളുകളും പറയാറുണ്ടല്ലോ അവൻ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ, അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളെ കാണുമല്ലോ. മോനെ ഹൃദയത്തിനകത്ത് നന്മയുണ്ടെങ്കിൽ, അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലാഹനെ നിനക്ക് ഹൃദയത്തിനകത്ത് വല്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ നിനക്ക് തെറ്റ് കണ്ടാൽ അതിലേക്ക് കടന്നു പോകാൻ കഴിയില്ല, നിനക്ക് തെറ്റിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ കഴിയില്ലെന്നോ അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാ പറയുന്നത്, അതുകൊണ്ടാ പറയുന്നത്, ഈ തെറ്റ് കണ്ടാ ചിന്തിച്ചോ, എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ നമ്മുടെ കണ്ട നാടിയേക്കാൾ നമ്മോട് അടുത്തവനാണെന്ന് പറയുമ്പോ മോനെ
മരണം നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന എത്രയോ വാപ്പമാരുണ്ട് വല്ലാ. വീട്ടിനകത്ത് കടന്നതാണല്ലോ, വീട്ടിനകത്ത് കടന്നതാണല്ലോ. രാവിലെ സുബൈക്ക് ഭാര്യ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചതാണല്ലോ. അവിടെ നിന്ന് എണീക്കുന്നില്ല, അവിടെ നിന്ന് എണീക്കുന്നില്ല. പടച്ചുറപ്പേ, എത്രയോ വാപ്പമാരുടെ ചെറുപ്പക്കാരുടെ ജനാസ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ. എന്തേ തൊട്ടടുത്ത് കിടക്കുന്ന വാപ്പ അറിഞ്ഞില്ലല്ലോ. എടാ, നിന്റെ റൂഹിനെ പിടിച്ചപ്പോ എന്തേ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നിന്റെ ഭാര്യ അറിഞ്ഞില്ല, നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് അറിഞ്ഞില്ല. അസ്രായീൽ മോളെ നിന്റെ റൂമിൽ വന്നിട്ട് പോയല്ലോ. നിന്റെ ഭർത്താവിനെ പിടിക്കാൻ, നിന്റെ മക്കളുടെ റൂഹിനെ പിടിക്കാൻ, നിന്റെ വാപ്പാന്റെ റൂഹിനെ പിടിക്കാൻ, നിന്റെ ഉമ്മാന്റെ റൂഹിനെ പിടിക്കാൻ നിന്റെ റൂമിനകത്തേക്ക് അസ്രായീലും 70,000 മലക്കുകളും ഇറങ്ങി വന്നല്ലോ. എന്തേ നീ അറിയാതിരുന്നത്? എന്തേ നീ അറിയാതിരുന്നത്? അല്ലാ അല്ലാ, ഇത്രയുള്ള പുഴുക്കളെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹു തആല ബോധം നൽകട്ടെ. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അല്ലാഹ് നിനക്ക് 2 സ്വർഗ്ഗം തരും. ആരാ പറഞ്ഞത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുന്നത് ഞാൻ നിനക്ക് തരുടാൻ. അല്ലാഹ് തരുമെന്ന് പറഞ്ഞാൽ പിന്നെ തരാതിരിക്കും. എടാ, എന്നെ നിങ്ങളെ പോലെയല്ല പടച്ച തമ്പുരാൻ, നമ്മളെ പോലെയല്ല പടച്ച പറഞ്ഞാൽ അത് അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്മ വേണം, അല്ലേ? ജീവിതത്തിൽ നന്മ വേണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് എന്താ? ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് കയറി വരുന്ന പെണ്ണ, ജീവിതത്തിലേക്ക് കയറി വരുന്ന ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ നിനക്ക്? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ നിന്റെ ഭർത്താവാണ്. മനസ്സിലായോ? അല്ലാഹു തആല നല്ല ഭാര്യമാരിൽ, നല്ല ഭർത്താക്കന്മാരിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദമാണത്, അല്ലേ? പല ആളുകളും പറയും, ഉസ്താദേ ഭർത്താവ് കുടുംബ ജീവിതം തകർന്നിരിക്കുക, ഒന്ന് ദുആ ചെയ്യണം, ഒന്ന് നേരാവാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്നറിയോ? കെട്ടിയ പെണ്ണിനെ കൊണ്ട് കുടുങ്ങിയ ഭർത്താവ്, ഭർത്താവിനെ കൊണ്ട് കുടുങ്ങിയ ഭാര്യ, എത്ര ആളുകളുണ്ട്. അല്ലാഹു തആല നന്മ നൽകട്ടെ. അല്ലാഹു തആല നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലാഹുവേ പടച്ചവനെ ഭാര്യയും ഭർത്താവുമാണ്. അവരുടെ സന്തോഷങ്ങളാണ് കുടുംബത്തെ സന്തോഷമാക്കുന്നത്. അവർ തുണങ്ങിക്കഴിഞ്ഞാൽ, അവരവിടുന്ന് ആനന്ദങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ സന്തോഷമില്ല. മക്കളെത്ര സന്തോഷം കണ്ടെത്തിയിട്ട് കാര്യമില്ല, ഭാര്യയെത്ര സന്തോഷം കണ്ടെത്തിയിട്ട് കാര്യമില്ല. റബ്ബേ, 2 പേരും അവിടുന്ന് ഐക്യത്തോടെ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവർ, ആ കുടുംബത്തിൽ നമുക്ക് സന്തോഷം കാണാൻ കഴിയില്ല. അതാ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, നദറല്ലാഹു ഇലൈഹിമാ നദറത്തർ റഹ്മാൻ. നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നീ ഒന്ന് സന്തോഷത്തോടെ നോക്കിയാ, നീ ഒരു ആനന്ദത്തോടെ നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാ, നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നീ സന്തോഷത്തോടെ ഒന്ന് നോക്കിയാൽ അതാവിടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് നിന്നിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. ആർക്കാണ് അല്ലാഹ് റഹ്മത്ത് നൽകുന്നത്? ആർക്കാ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നത്? എടാ, പ്രവാചകരാ പഠിപ്പിച്ചത്, റസൂലുള്ളാഹിയാ പഠിപ്പിച്ചത്. നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നീ ഒന്ന് സന്തോഷത്തോടെ നോക്കുമോനെ, നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നീ ഒന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ നോക്ക്. 2 പേരും അവിടെ നിന്ന് സമാധാനത്തോടെ ജീവിക്കുമ്പോ നിന്റെ വീട്ടിലാണ് റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നത്. പല ആളുകളും പറയുമല്ലോ, ഉസ്താദ്
പടച്ചവനെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വല്ലാത്ത പ്രയാസമാണ്. ഭർത്താവ് പിണക്കത്തിലാണ്, ഭാര്യ മിണ്ടുന്നില്ല എന്നൊക്കെ അവിടെ നിന്ന് വിഷമവും സങ്കടവും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എത്രയോ ബാപ്പമാരുണ്ടെന്നറിയോ, എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ. പടച്ചവനെ ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തിൽ നിന്ന് ദുആ ചെയ്യണേ എന്ന് ദുആ കൊണ്ട് ഈ വിനീതന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പോയി എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ, എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ. പടച്ചവനെ സന്തോഷം കണ്ടെത്തണം മോനെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ബറക്കത്തില്ല. എന്തേ നിന്റെ മക്കളൊക്കെ തല തിരിഞ്ഞു പോയത്? നീ പറഞ്ഞതനുസരിക്കാത്തതെന്താ? നീ പറയുന്നത് കേൾക്കാത്തതെന്താ? പെണ്ണെ നീ പറയുന്നത് നിന്റെ മക്കൾ അനുസരിക്കുന്നില്ല, വാപ്പാ നീ പറയുന്നത് നിന്റെ മക്കൾ അനുസരിക്കുന്നില്ല. അല്ലാ എന്തേ അതിന്റെ കാര്യമെന്നറിയോ? എന്തേ അതിന്റെ കാര്യമെന്നറിയോ? നീ വീട്ടിനകത്ത് പെരുമാറുന്നത് മോശമായിട്ടാ. നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടുകൂടാ, നിന്റെ ഭർത്താവിനെ നിനക്ക് കണ്ടുകൂടാ. നിന്റെ മനസ്സിനകത്ത് നിനക്ക് വല്ലാത്ത പ്രയാസമാണ് അവരോട്. നിനക്ക് വെറുപ്പാണെങ്കിലോ നിന്റെ ജീവിതത്തിനകത്ത് പിന്നെ സമാധാനം കണ്ടെത്താൻ കഴിയില്ലെന്നോ. അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പല ഭർത്താവും ഭാര്യമാരും അവിടുന്ന് പിണങ്ങുന്നത് ആരുടെ കാരണം കൊണ്ടെന്നറിയോ? വീട്ടിനകത്തുള്ള പടച്ചുറപ്പേ ഭർത്താവിന്റെ ഉമ്മയുണ്ട്, ഭർത്താവിന്റെ ഉമ്മയുണ്ട്. അവരുടെ കാരണത്താൽ പടച്ചുറപ്പേ വീട്ടിനകത്ത് പിണങ്ങിക്കഴിയുന്ന, സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്ന, സമാധാനങ്ങൾ നഷ്ടപ്പെടുന്ന എത്രയോ ദമ്പതിമാരുണ്ടെന്നറിയോ? അല്ലാഹുവേ, ഭർത്താവിന്റെ ഉമ്മ ശരിയല്ലാത്തത് കൊണ്ട് അവിടുന്ന് എപ്പോഴും ദേഷ്യപ്പെടുകയാണ്. എന്തിനും കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ തന്റെ വീട്ടിനകത്തേക്ക് കടന്നു വന്നിട്ടിരിക്കുന്ന മാസങ്ങളായി വർഷങ്ങളായിട്ട് അവൾ അവളുടെ വീട്ടിലാണെന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ? എന്തേ കാരണമെന്നറിയോ? ഭർത്താവിന്റെ ഉമ്മ ശരിയല്ല, അവിടെ സംസാരം ശരിയല്ല, അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല. പഠിച്ചുറമേ കയറി വന്ന മരുമകളെ ഉപദ്രവിക്കുന്ന ഉമ്മയാണ്, കയറി വന്ന മരുമകൾ അവിടെ ദേഷ്യപ്പെടുത്തുന്ന ഉമ്മയാണ്. പെണ്ണേ നീയൊന്ന് മനസ്സിലാക്ക്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിന്റെ മുമ്പിലേക്ക് കയറി വന്ന പെണ്ണുണ്ടല്ലോ, നിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടുകൂടെ നിന്റെ പെണ്ണുമോന്റെ കൈയും പിടിച്ചിട്ട് കയറി വന്ന പെണ്ണ്, അവൾ അന്യനല്ല, അവൾ അന്യയല്ല, അവൾ നിന്റെ മകളാണെന്ന് നിനക്ക് ഓർക്കാൻ കഴിയണടാ. അവൾ നിന്റെ പൊന്നുമോളാണ്. നിന്റെ പെൺമക്കളുണ്ടല്ലോ, അവരെങ്ങനെയാണോ നീ നോക്കുന്നത്, അവർക്ക് എത്രത്തോളമാണ് പരിഗണന നീ കൊടുക്കുന്നത്, അതുപോലെ നീയും കൊടുക്കണം കേട്ടോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മരുമക്കളും അങ്ങനെ തന്നെയാ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ തന്നെയാ മനസ്സിലാക്കേണ്ടത്. നിന്റെ ഉമ്മയാണ്, നിന്റെ വാപ്പയാണ് എന്നും നീ അങ്ങ് മനസ്സിലാക്കണം. അല്ലാഹുവേ പടച്ചുറപ്പേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 7 കാര്യങ്ങൾ ചില ഭാര്യമാര്, ചില ഉമ്മമാര് ആ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. 7 കാര്യങ്ങൾ ഭർത്താവിന്റെ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്താണ്? മകനും മരുമകളും ഇരുന്നിട്ട് സംസാരിക്കുന്നത്. പടച്ചുറപ്പേ, ഒരിക്കലും അവിടുന്ന് ശല്യപ്പെടുത്താൻ പാടില്ല. മകളും മരുമകളും മകനും ഇരുന്നിട്ട് സംസാരിക്കുന്നത്, അതിന്റെ അടിയിൽ കൂടി കയറി ചെന്നിട്ട് കയറിയിട്ട് ഇരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഭാര്യയും ഭർത്താവും അവർക്ക് ഒരുപാട് രഹസ്യങ്ങളും അവർ സന്തോഷം ഇരുന്നിട്ട് പറയാണ്ടാവും. ഉണ്ടാവൂലേ? ഭർത്താവിന്റെ അവന്റെ തോളിലേക്കൊന്ന് ചാരിയിട്ട് ഒരു ഭാര്യ ഇരിക്കുന്ന സമയത്ത് എത്ര സന്തോഷം സമാധാനവും രണ്ടുപേർക്കും കിട്ടാനുണ്ട്. അവര് വലിയ സ്നേഹത്തോട് കൂടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഇരിക്കുമ്പോൾ തള്ള കയറിയിട്ട് വരും. എന്നിട്ട് പറയും, നിങ്ങളുടെ വർത്താനം പറഞ്ഞിരിക്കും, അടുക്കളയിൽ എന്തെല്ലാം പണിയുണ്ട് മോളെ. ഇത് കണ്ടിട്ട് ചിലപ്പോ ഉമ്മാക്ക് സൈക്കിൾ ഉമ്മ വിളിക്കും, മോളെ നീ എവിടെ? അപ്പൊ സ്നേഹം കൂടുതലാ. ഇത് സ്നേഹം കൂടിയിട്ടല്ല, അങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട്. എത്ര ഉമ്മമാരെങ്ങനെ ഉണ്ടെന്നറിയോ?
ഒരിക്കലും എന്റെ പ്രിയമുള്ളവരെ അത് ചെയ്യരുത്. അതാ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തില് എന്റെ പ്രിയമുള്ളവരെ അതാ കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അതാ അവിടുന്ന് ഒരു ചെറുപ്പക്കാരന് കടന്നു വരികയാണ്. അതാ വിവാഹം കഴിഞ്ഞൊരു പെണ്ണ്, 4 ദിവസമേ വിവാഹം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. അതാ ഒരു പെണ്ണ് കടന്നു വരികയാ. എന്നിട്ടതാ അവിടുന്ന് പറയുകയാണ്, വല്ലാത്ത സങ്കടം മുഖത്ത് കാണുന്നുണ്ട്, വല്ലാത്ത വേദന കാണുകയാണ്. പടച്ചുറപ്പേ എന്തൊരു പ്രയാസമാണ് മുഖത്തെന്നറിയോ? അത് ആരുടെ ഭാര്യയാണെന്നറിയോ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയാണ്. അതാ മഹാനബിയുടെ ഭാര്യയാണ്. വല്ലാത്ത ആബിദായിരുന്നു, വല്ലാത്ത ആബിദായിരുന്നു. പടച്ചുറപ്പേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ ആയിഷ ബീവിയോട് ആ പെണ്ണിങ്ങനെ പറയുകയാണ്, ആയിഷ ബീവിയെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും ഉള്ള ജീവിതം എനിക്ക് ഇന്നേവരെ കിട്ടിയിട്ടില്ല. ആയിഷ ബീവി ഇവിടെ നിന്ന് പറയുകയാണ്, ഉമ്മ, നിങ്ങളൊരു പുതിയ പെണ്ണിന്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കയറി വന്ന, അല്ലെങ്കിൽ നിന്റെ അയൽപക്കത്തുള്ള പെണ്ണിന്റെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയും തികയാത്ത പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ എന്തൊരു സന്തോഷമായിരിക്കുമെന്നറിയോ? എന്തൊരു സമാധാനമായിരിക്കുമെന്നറിയോ? അല്ലാഹുവേ, ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് ഈ പെണ്ണിങ്ങനെ കടന്നു വരുമ്പോ മുഖത്തൊരു സന്തോഷമില്ല, മുഖത്തൊരു സമാധാനമില്ല, മുഖത്ത് വല്ലാത്ത വേദനയാണ്. അതാ ആയിഷ ബീവി ചോദിക്കുന്നു, പെണ്ണേ, നിന്റെ മുഖത്തിങ്ങനെ വല്ലാത്ത വേദന എന്തേ, വല്ലാത്ത സങ്കടം എന്തേ, എന്തേ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അതാ അവിടുന്ന് പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ഈ പെണ്ണ് അവിടുന്ന് പറയുന്നു, ആയിഷ, എന്റെ ഉമ്മയായ ആയിഷ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെല്ലാവരും നമുക്ക് ഉമ്മയാണല്ലോ, ഉമ്മുൽ മുഅ്മിനാത്താണല്ലോ. അതാ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആയിഷയോട് പറയുകയാണ്, ആയിഷ ബീവിയെ, അല്ലാഹുവേ പടച്ചറബ്ബേ, അല്ലാഹുവേ പടച്ചറബ്ബേ, ഞങ്ങൾ ദിവസങ്ങളായി ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് ഒപ്പം ഇരുന്നിട്ട് എന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന്റെ തലോടൽ എനിക്ക് കിട്ടിയിട്ട് ദിവസങ്ങളായെന്ന് പറയുമ്പോ ഈ വിവരമതാ റസൂലുള്ളാഹിനോട് ആയിഷ ബീവി പറയുകയാണ്. റസൂലുള്ളാഹി അതാ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് അതാ അവിടുന്ന് റസൂലുള്ളാഹി ഉപദേശിക്കുകയാണ്. ഒരു പെണ്ണിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഭർത്താവ് സംസാരിക്കുന്നതിലാണ്, ഭർത്താവ് നന്മകൾ പറയുന്നതിലാണ്. ഒരിക്കലും നീ അത് ചെയ്യരുതെന്ന് റസൂലുള്ളാഹി ഉപദേശിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടൊരു ഭർത്താവിനും ഭാര്യയ്ക്കും അവിടുന്ന് കിട്ടുന്ന സന്തോഷങ്ങളുണ്ട്. അത് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് റൂമിനകത്തിരുന്നിട്ട് സംസാരിക്കുമ്പോ ആ സന്തോഷങ്ങൾ തല്ലിക്കെടുത്താൻ നിൽക്കരുത്. നമ്മുടെ പല മക്കളുടെയും വീട്ടിനകത്തുള്ള അവസ്ഥ കമന്റ് വന്നല്ലേ, അത് ശരിയാണ് ഉസ്താദ്, എന്റെ മകളുടെ അവസ്ഥ അതുപോലെയാണ്. അല്ലാഹുവേ പടച്ചോനെ, ഉമ്മാക്ക് അല്ലാഹു തആല നല്ല മനസ്സ് കൊടുക്കട്ടെ, അല്ലാഹു തആല നല്ല മനസ്സ് അല്ലാഹു തആല കൊടുക്കട്ടെ. ചില ഉമ്മമാരുടെ അവസ്ഥ ഏതാ? ഭാര്യയും ഭർത്താവും ഈ ഒപ്പം ഇരുന്നിട്ടൊന്ന് സംസാരിക്കാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയുന്നില്ല. ഭാര്യയും ഭർത്താവും ഒപ്പം ഇരുന്നിട്ട് എന്റെ പ്രിയമുള്ള ഒന്ന് വർത്താനം പറഞ്ഞാൽ വരെ പ്രശ്നമാണ്. അത് അങ്ങോട്ട് സമ്മതിക്കൂല. എന്റെ മകന്റെ പെരുന്നിട്ട് ഓള് വർത്താനം പറയണ്ട, വേണ്ട. ഇതാണ് ചില ഉമ്മമാരുടെ മനസ്സ്. എന്തിനാണത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കുടുംബ ജീവിതത്തിന്റെ സന്തോഷം തകർക്കരുത്. മനസ്സിലായോ? കുടുംബ ജീവിതത്തിലെ സന്തോഷം നമ്മൾ തകർക്കരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തത്, വീട്ടിൽ എന്ത് പ്രശ്നവും മരുമകളുടെ തലയിലേക്കാണ് കെട്ടിവെക്കും. ചില ഉമ്മമാര് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതോള് വന്നിട്ടാണ് അങ്ങനെ ആയത്. എങ്ങനെയത് ശരിയാവുക? മിക്സി വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ പറയും എങ്ങനെ വർക്ക് ചെയ്യാ, ഓളല്ലേ ഇവിടെ ഉള്ളത്, ഓളല്ലേ തൊടുന്നത് പറയില്ലേ ചില ഉമ്മമാർ. ചെയ്യരുത്. ബൾബ് കത്തണില്ല, എങ്ങനെ കത്തുക, ഓളല്ലേ ഇവിടെ തൊടുന്നത്, ഓളല്ലേ അത് കാട്ടുന്നത്, എന്താ കാട്ടുക? ഇങ്ങനെ ചില സ്ത്രീകളുണ്ട്. ചെയ്യരുത്. അത് ആ കുടുംബ ജീവിതം തകർന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരു പെണ്ണ്, ആ പെണ്ണെങ്ങാനും ഇരുന്നിട്ട് കരഞ്ഞു ദുആ ചെയ്താലുണ്ടല്ലോ നിനക്കല്ല സ്വർഗം തരൂലട്ടോ, നിനക്കല്ല സ്വർഗം തരൂല. ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ ഈ മരുമകളെ പ്രയാസപ്പെടുത്തിയാലും നിന്നെ അല്ലാഹു തആല പരീക്ഷിക്കും. എത്രയോ ഉപദ്രവിച്ച് അവിടുന്ന് വല്ലാതെ കഷ്ടപ്പെടുത്തിയ ഒരു മരുമകൾ ഉമ്മാന്റെ ഉപദ്രവവും ബാപ്പാന്റെ ഉപദ്രവവും ഏറ്റിട്ട് അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ ഭർത്താവിന്റെ ബാപ്പാന്റെയും ഉമ്മാന്റെയും പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നടന്നൊരു പെണ്ണ് അവസാനം സഹിക്കട്ടെ അവിടുന്ന് വീട് മാറി അവസാനം പിന്നീട് അവൾ ആ വീട്ടിലേക്ക് തന്നെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ. ബാപ്പയും ഉമ്മയും പ്രായമായി, മറ്റു മക്കളുണ്ടായിരുന്നു, വല്ലാത്ത സ്നേഹം അവരോടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ ഈ സ്നേഹം അവസാനം പടച്ചുറപ്പേ, അവസാനം ഈ ഉമ്മയും ബാപ്പയും വയ്യാതെ കിടക്കുമ്പോ ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും തൊള്ളിയിലേക്ക് ഒറ്റ തുള്ളി വെള്ളം ഒറ്റിച്ചു കൊടുക്കാൻ അവസാനം ചിലപ്പോ ഈ മരുമകളെ ഉണ്ടാവും. നീ ആട്ടി പറഞ്ഞേച്ച, നീ തുപ്പി പറഞ്ഞേച്ച, നീ തൊഴിച്ച, ചീത്ത പറഞ്ഞ, തെറി വിളിച്ച മരുമകളായിരിക്കും ചിലപ്പോ അവസാന സമയത്ത് നിന്റെ മുമ്പിലേക്ക് ഒരു തുള്ളി വെള്ളം തരാൻ, അവസാനത്തെ വെള്ളം തരാണ്ടാവും. അത് മനസ്സിലാക്കിക്കോ. ആരാണ് നമ്മുടെ ശത്രുവാണോ നമ്മുടെ മിത്രനാണോ, ഒരു ദുരന്തം വരുന്ന സമയത്ത് ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റൂല. മനസ്സിലായോ നിനക്ക്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒരിക്കൽ എന്റെ പ്രിയമുള്ളവരെ സ്വഹാബത്ത് ഹബശയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അല്ലാഹുവേ, സ്വഹാബത്തിന്റെ യാത്ര കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പടച്ചവനെ തിരിച്ചു വരികയാണ്. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ എങ്ങനെയുണ്ട് നിങ്ങളുടെ യാത്ര? ആ യാത്രയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ സ്വഹാബാ? അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോൾ അതാ സ്വഹാബത്ത് അവിടെ കണ്ടൊരു കാഴ്ചയെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഞങ്ങൾ അബസയുടെ മണ്ണിലൂടെ ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജനങ്ങളെ മുഴുവനും വെറുപ്പ് കളഞ്ഞിട്ടുള്ള, ജനങ്ങളെ മുഴുവനും ആട്ടി ഓടിക്കുന്ന, ജനങ്ങളെ മുഴുവനും കളിയാക്കുന്ന ഒരു പെണ്ണിനെ ഞങ്ങൾ കണ്ടു നബിയേ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. അതാവിടുന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബത്തേ, എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്, എന്തിനാണെന്ന് ചോദിക്കുമ്പോ, എന്തായിരുന്നെന്ന് ചോദിക്കുമ്പോ പഠിച്ചവനെ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ സ്വഹാബത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബേ, അവരിങ്ങനെ വെള്ളവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങാടിയിൽ വെച്ചിട്ട് ആ പെണ്ണിനെ കളിയാക്കുകയാണ്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുകയാണ്, ഒരുപാട് ആളുകൾ അവിടുന്ന് തട്ടിവീഴ്ത്തുന്നുണ്ട്. നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കാലുവെക്കുകയാണ്, നബിയേ, ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങളെ കണ്ടു നബിയേ. എന്നിട്ട് ആ പെണ്ണെന്താണ് തിരിച്ചു പറഞ്ഞത്? ആ പെണ്ണിന്റെ കയ്യിലുള്ള കുടം പൊട്ടിപ്പോയി നബിയേ, വള്ളപ്പാത്രം അവിടുന്ന് പൊട്ടിപ്പോയി നബിയേ. ആ പെണ്ണ് നിരത്തങ്ങ് തച്ചു വീഴുകയാണ് നബിയേ. അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കണ്ണ് നിറച്ചുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബാ, അവരോടാ പെണ്ണെന്തേ തിരിച്ചു പറഞ്ഞത്? അവരോടാ പെണ്ണെന്തേ തിരിച്ചു പറഞ്ഞത്? അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ പെണ്ണവിടുന്ന് പറയുകയാണ്, നാളെ പരലോകമുണ്ടല്ലോ, നാളെ അള്ളാന്റെ കോടതിയിലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുമെന്ന്, ഇതിന് നിങ്ങളോട് ഞാൻ ചോദിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പെണ്ണവിടുന്ന് പോയി നബിയേ എന്നവിടുന്ന് റസൂലുള്ളാഹിനോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സ്വഹാബാ, നാളെ പടച്ച തമ്പുരാൻ ആ മനുഷ്യനെ വേദനിപ്പിച്ചവരുണ്ടല്ലോ, ആ പെണ്ണിനെ ഇടങ്ങേറാക്കിയവരുണ്ടല്ലോ, കുറ്റപ്പെടുത്തിയവരുണ്ടല്ലോ, അവരെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് വല്ലാത്ത വേദനാജനകമാണ് എന്നവിടുന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ പോലും ഉപദ്രവിക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കിക്കോ, അപ്പമാര് മനസ്സിലാക്കിക്കോ,
നിന്നെ അല്ലാഹു നാളെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാത്തിനും ഉത്തരം പറയണം കേട്ടോ. അവൾ നിന്റെ മരുമകളല്ല, അത് നിന്റെ മകളാണ്. അത് നിന്റെ അമ്മായിയമ്മയല്ല, അത് നിന്റെ ഉമ്മയാണ് എന്നവിടുന്ന് മനസ്സിലാക്കാനുള്ള പക്വതയും കഴിവും നിനക്ക് വേണം. അല്ലെങ്കിൽ നാളെ പടച്ചു തമ്പുരാൻ എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിക്കുന്നത്. നാളെ പടച്ചു തമ്പുരാന് പ്രാർത്ഥന സ്വീകരിക്കാത്ത വിഭാഗമുണ്ട്. അല്ലാഹു ദുആ ചെയ്തിട്ട് ആ ദുആ സ്വീകരിക്കാത്ത വിഭാഗമുണ്ട്. അതാരാണെന്നറിയോ? ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മുശാഇലിന്റെ പ്രാർത്ഥന അവിടെ നിന്ന് സ്വീകരിക്കൂല അല്ലാഹ്. ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്ന രാത്രിയാണല്ലോ. ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്ന രാത്രിയാണല്ലോ. ആ രാത്രിയിൽ അല്ലാഹു തആല നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നതല്ല. പ്രത്യേകമായിട്ട് എന്ത് തെറ്റ് ചെയ്തവനും പടച്ച റബ്ബ് പുറത്തു കൊടുത്തിട്ട് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമ്പോ നിന്റെ പ്രാർത്ഥന മുശാഇലിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ലെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അതാരാണ് നബിയെ? ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവോ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവോ നബിയെ എന്നവിടുന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവനുണ്ടല്ലോ, തന്റെ മക്കളാകട്ടെ, തന്റെ ഭാര്യയാകട്ടെ, തന്റെ ഭർത്താവാകട്ടെ, തന്റെ ഉമ്മയാകട്ടെ, വാപ്പയാകട്ടെ, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ ജീവിതത്തിനകത്ത് നോയഞ്ഞ് കയറിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ വലുതാക്കിക്കൊണ്ട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവര്, അവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവര്, അവരെ വേദനിപ്പിക്കുന്നവര്, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, ആരാണ് അവിടുന്ന് വേദനിപ്പിക്കുന്നവന്? അവന്റെ പ്രയാസങ്ങൾ ആരാ പടച്ച റബ്ബേ വലുതാക്കി നടക്കുന്നവന്? അവന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കില്ല. അവൻ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത് വല്ലാത്ത വേദനയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് കാണുന്ന കുറ്റങ്ങളൊക്കെ നിന്റെ മരുമകളുടെ തലയിലേക്ക് നീ കെട്ടിവെച്ചാൽ, നിന്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണിന്റെ തലയിലേക്ക് നീ കെട്ടിവെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, പടച്ചവനെ നീ നാളെ പരാജയപ്പെട്ടു പോകും. അവസാനം നിന്റെ വായിലേക്ക് ഒരു തുള്ളി വെള്ളം വെച്ച് തരുന്നത് ചിലപ്പോ ഈ പെണ്ണായിരിക്കും. മനസ്സിലാക്കി, അല്ലാഹു നിന്നെ വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. അല്ലാഹു നിന്നെ വെറുതെ വിടുമെന്ന് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ വിചാരിക്കണ്ട. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം എന്നറിയങ്ങള്, ഭാര്യയും ഭർത്താവും അഥവാ നിന്റെ മരുമകനും നിന്റെ മരുമകളും നിന്റെ മകനും നിന്റെ മരുമകളും ഒരു യാത്ര പോകുമ്പോ ആ യാത്രയ്ക്ക് നീ തടസ്സം നിൽക്കരുത്. ആ യാത്രക്ക് നീ തടസ്സം നിൽക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്, അവിടുന്ന് യാത്ര പോയിട്ടുണ്ട്. ആ യാത്രക്ക് നീ തടസ്സം ചെയ്യരുത് എന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ കണ്ടോ വിഷമങ്ങൾ പറയാണ്. ഈ പ്രശ്നം ഒരുപാട് കുടുംബങ്ങളിലുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് കമന്റിലൂടെ വന്നിട്ട് പറയുന്ന കണ്ടില്ലേ, എന്റെ അവസ്ഥ അതാണ്, മകളുടെ അവസ്ഥ അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ കുടുംബത്തിലെ ഉമ്മമാരെ നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന നിങ്ങളുടെ ആൺമക്കളുണ്ടാവും, അവരെ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങൾ ഇതുപോലെ ആക്കരുത്. അല്ലാഹുവേ പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നല്ല മനസ്സ് അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ അല്ലാഹു തആല കൊടുക്കട്ടെ. പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവരൊന്ന് ടൂർ പോകാനെന്ന് ഒരു യാത്ര പോകാണെന്ന് പറഞ്ഞു അമ്മായിമാക്ക് പറയണം, ആ എവിടുക്കാ പോകുന്ന? ഊട്ടിക്ക്. എന്നാ ഞാനും ഉണ്ട്. ഓളും പിന്നാലെ കൂടി. എന്തിനാ കൂടുന്ന? യാത്രക്ക് പൊലിവായിട്ടില്ല. ഓരങ്ങനെ ഒറ്റക്ക് പോകണ്ട, ഓളങ്ങനെ എന്റെ മോന്റെ കൂടെ ഒറ്റക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അമ്മായിമ്മ പിന്നാലെ പാടുണ്ടോ? അവരവരെ സന്തോഷത്തിന് പോലെ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? നീ നിന്റെ മരുമകളും മകന് യാത്ര പോകെന്ന് പറയുമ്പോ ഇങ്ങോട്ട് വിളിക്കും, അവിടെ തലയിൽ കൈ വെച്ച്
വെച്ചിട്ട് നീ ഒന്ന് ദുആ ചെയ്തിട്ട് അവരെ പറഞ്ഞു വിട്. എന്നിട്ട് മക്കളെ യാത്രക്ക് പോയിക്കോ, യാത്രക്ക് നല്ലതാ, നിങ്ങൾക്ക് അല്ലാഹു തആല നല്ലത് വരുത്തട്ടെ, നിങ്ങൾക്ക് അല്ലാഹു തആല നല്ലത് വരുത്തട്ടെ. അവിടെ തലയിൽ കൈവച്ചിട്ട് പറയണം, മക്കളെ നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കാരം ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉമ്മ? അങ്ങനെയാണ് ഉമ്മമാര് ചെയ്യേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര പോകുന്ന മക്കളെ അങ്ങനെ യാത്രയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം കേട്ടോ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുമല്ലോ. ഉമ്മ നിന്റെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിക്കുമല്ലോ. അല്ലാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് നിന്റെ പ്രാർത്ഥനയെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകും ഉമ്മ, നമ്മുടെ മക്കൾ നന്നാകുമല്ലോ. അല്ലാഹുവേ, അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പടച്ച തമ്പുരാനോട് നമസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ദുആ ചെയ്തോ. നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ മരുമകളുണ്ടല്ലോ, നിന്റെ മകനുണ്ടല്ലോ, അവർക്കിടയിൽ നീ ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ പടച്ച റബ്ബേ അവസാനം മരുമകൾ അവിടെ നിന്ന് പറയുകയാണ്, ഇക്ക എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പ്രയാസമുണ്ട്, നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ ഉമ്മാക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല എന്നതാ പടച്ച റബ്ബേ നമ്മുടെ മരുമകൾ പറഞ്ഞിട്ട് അവിടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അല്ലാഹുവേ, കുടുംബം അവിടെ പ്രശ്നത്തിലായി. ഇത് കണ്ടിട്ട് രാക്ഷസിയെ പോലെ പൊട്ടിച്ചിരിക്കുന്ന ഉമ്മ, ഇത് നീ ഒന്ന് കേൾക്കണം കേട്ടോ, ഇത് നീ ഒന്ന് കേൾക്കണം കേട്ടോ. പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. അല്ലാഹ് പരിശുദ്ധമായ കുടുംബ ബന്ധം ചേർക്കാതെ മുറിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മമാരെ, അല്ലാഹ് മകന്റെ ജീവിതം കയ്യെ കൊടുത്തിട്ട് അവിടെ നിന്ന് വല്ലാതെ വഷളാക്കിയിട്ട് കുടുംബ ജീവിതം തകർത്തിട്ട് ഒരു രാക്ഷസിയെ പോലെ വീട്ടിനകത്ത് ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കുന്ന സമാധാനം കണ്ടെത്തുന്ന ഉമ്മ, നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നീ ഒന്ന് മനസ്സിലാക്കിക്കോ. റസൂലുള്ളാഹിയാ പറയുന്നത്, നിനക്ക് നീ എത്ര നമസ്കരിച്ചിട്ട് കാര്യമില്ല, നീ എത്ര നോമ്പെടുത്തിട്ട് കാര്യമില്ല, നീ എന്ത് ദിക്ർ ചൊല്ലിയിട്ടും സ്വതക കൊടുത്തിട്ടും കാര്യമില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ആരാ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞത്? കുടുംബ ബന്ധം ആരാ മുറിച്ചു കളഞ്ഞത്? നിനക്ക് അല്ലാഹു തആല സ്വർഗ്ഗം തരില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്റെ മകന്റെയും മരുമകളെയും കൂട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന സ്വർണത്തിന് പടച്ച റബ്ബേ തൂക്കം കുറവാണ്, കളറ് കുറവാണ്, ഉദ്ദേശിച്ച ആഭരണങ്ങളില്ല, പടച്ച റബ്ബേ സ്ത്രീധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് സന്തോഷത്തിന് വേണ്ടി കടന്നു വന്ന, ജീവിതത്തിലേക്ക് കടന്നു വന്നോ നിന്റെ മരുമകളെ പറയല്ല ഉമ്മ. പണവും സമ്പത്തുമെല്ലാം ദുനിയാവിലുള്ളടാ, പണവും സമ്പത്തുമെല്ലാം ദുനിയാവിലുള്ളൂ. നാളെ പടച്ച റബ്ബിലേക്ക് കൊണ്ടുപോകുന്ന നിന്റെ ഹൃദയമാണ്. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ എത്രയോ സന്തോഷങ്ങളുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ എത്ര സമാധാനങ്ങളുണ്ട്. അതേ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നിനക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഈ കൂട്ടിവെച്ച സമ്പത്തും അധികാരങ്ങളുമെല്ലാം ഈ ഭൂമിയിൽ വെച്ചിട്ട് ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഇന്ന് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്റെ വീടായിരുന്നു, എന്റെ വാഹനമായിരുന്നു, എന്റെ ആഭരണങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ദുനിയാവിലൂടെ അഹങ്കാരത്തോടെ പടഞ്ഞു നടന്നിരുന്ന പെണ്ണ്, നിന്റെ വീട്ടിനകത്ത് നിന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ മയ്യത്തങ്കെടുത്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയ ആ പള്ളിക്കാടിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുപോയിട്ട് രണ്ട് തർക്കാത്ത് അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ പള്ളിക്കാട്ടിലേക്ക് എടുത്തു വെച്ച, നിന്റെ ഖബറിലേക്ക് അങ്ങ് എടുത്തു വെച്ച വീട്ടിലേക്ക് കടന്നു വന്നിട്ട് മക്കള് ചിന്തിക്കുന്നത്, പടച്ചവനെ സ്വർണ്ണവിരിപ്പുണ്ടല്ലോ, വാഹനവിരിപ്പുണ്ടല്ലോ, സ്വത്തുരിപ്പുണ്ടല്ലോ, ആ താരവിരിപ്പുണ്ടല്ലോ, എന്നിട്ട് അതിന് അടിപിടി നടത്തുകയാണ്. പിന്നീട് അത് ഓരോരുത്തരുടെ പേരിലാ. അതുകൊണ്ട് പടച്ച റബ്ബേ,
അവിടുന്ന് സമ്പത്തിന് വേണ്ടിയിട്ട് അധികാരം കാണിക്കണ്ട. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ പടച്ചവനെ തന്റെ മരുമകളോട് വെറുപ്പ് കാണിക്കണ്ട. അല്ല നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിനക്കല്ല സ്വർഗം തരൂലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ മരുമകൾ നാളെ നിന്റെ മകനോട് പറയും, നിങ്ങളുടെ ഉമ്മാക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നു. അവള് പോയി മരുമകൻ ഇവിടെ മുറിഞ്ഞു കുടുംബ ബന്ധം. അള്ളാന്റെ റസൂലാടാ പറഞ്ഞത്, കുടുംബ ബന്ധം മുറിച്ചാൽ നിനക്ക് അല്ലാഹ് സ്വർഗം തരൂല. പിന്നെ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്തോന്ന് കാര്യടോ? പിന്നെ ഇവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അല്ലാഹ് സ്വർഗം തരുന്നുണ്ടോ? എടാ ഇവിടെ ജീവിക്കുന്നത് എല്ലാം ത്യജിച്ചിട്ട് റമളാനിൽ മുഴുവനും വെയിലും എത്തും പട്ടിണി കിടക്കുന്ന എന്തിനാ? സ്വർഗത്തിനല്ലേ? നീ എത്ര പട്ടിണി കിടന്നിട്ട് എന്തെന്ന കാര്യം? അല്ലാഹ് സ്വർഗം തരുമോ നിനക്ക്? അല്ലാഹ് സ്വർഗം തരുമോ നിനക്ക്? നിനക്കൊന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. അതുകൊണ്ട് ആ വിഷയത്തിൽ നീ ഇടപെടരുത്. അല്ലാഹു തആല സമാധാനം നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അവര് യാത്ര പോകെ എന്താ ചെയ്തു അതിലൊന്നും നീ ഇടപെടരുത്. നിനക്ക് അല്ലാഹ് സ്വർഗ്ഗം തരില്ല. അതിലിടപെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യം എന്താറിയാം? നിങ്ങൾക്ക് മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. മരുമക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. ആദ്യം കയറി വന്ന പെണ്ണ് അല്ലെ, അന്ന് അവള് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ ഒരു മരുമകൾ അനിയനും കൂടെ പെണ്ണ് കെട്ടി, ഭർത്താവിന്റെ അനിയൻ പെണ്ണ് കെട്ടി. പടച്ചുറപ്പെ, പിന്നെ അവന് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുണ്ട് വീട്ടിനകത്ത്. അവൾക്ക് ഇവനെക്കായും സൗന്ദര്യം കൂടുതലാ, ഇവളെക്കായും സമ്പത്തും കൂടുതലാ, അല്ലെങ്കിൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ ഒരു രൂപ ഇവളെക്കാളും കൂടുതൽ കൊണ്ട് തന്നിട്ടുണ്ട്. ആരോടാ സ്നേഹം? തള്ളക്ക് കൂടെ ഇവളോട്, രണ്ടാമത് കയറി വന്നവളോട്. പിന്നെ ആദ്യത്തെ മരുമകൾ പുറത്ത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ഉമ്മമാരുണ്ട് അല്ലേ? ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പടച്ചവനെ ഒരിക്കലും തന്നെ അത് കാണിക്കരുത്. നിന്റെ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കള്, അല്ലാഹുവേ പടച്ചറപ്പേ, പണമുള്ളവനാകട്ടെ പാവപ്പെട്ടവരാകട്ടെ, ഫക്കീറാകട്ടെ മിസ്കീനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിന്റെ വീട്ടിനകത്തേക്ക് കയറി വരുന്ന മരുമക്കളുണ്ടല്ലോ, അവര് നിനക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയണം കേട്ടോ. നീ തുല്യത കാണിച്ചിട്ടില്ലെങ്കിലോ നിന്നെ അല്ലാഹു തആല പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്ന മരുമക്കളോ, സൗന്ദര്യത്തിന്റെ പേരിലോ, സമ്പത്തിന്റെ പേരിലോ, സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരില് പഠിച്ചവരെ അവിടുന്ന് വെറുപ്പോടുകൂടെ കുഴപ്പമുള്ള കണ്ണുകൊണ്ട് കാണുന്ന എത്രയോ ആളുകളാ. നിന്റെ കുടുംബ ജീവിതത്തില് ബറക്കത്തുണ്ടാകൂലെന്ന് അതാവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തില് ബറക്കത്തുണ്ടാകൂല. അല്ലാഹു തആല കുടുംബ ജീവിതത്തിലെ ബറക്കത്ത് അങ്ങോട്ട് എടുത്തു കളയും. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ മകനോട് മരുമകളെ കുറ്റം പറയരുത്. അഞ്ചാമത്തത്, നിന്റെ മകനോട് നിന്റെ മരുമകളുടെ കുറ്റം നീ പറയരുത്. അതാ ഭർത്താവ് പുറത്തേക്ക് പോയി വരുമ്പോഴത്തേക്ക് പടച്ചവനെ ഒരുപാട് കാര്യങ്ങൾ മകന്റെ പേരിൽ ഇങ്ങനെ മരുമകളുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവള് ചെയ്തെങ്ങനെ, അവളെന്നെ അങ്ങനെ പറഞ്ഞു, അവളെങ്ങനെ തല്ലി, അവളെന്നെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്, അവൾ ഇവിടെ ഒരു പണിയും എടുക്കുന്നില്ല. പടച്ചുറപ്പി അവൾ മുഴുവൻ സമയം ടിവിക്ക് മുമ്പിലാണ്, അല്ലെങ്കിൽ റൂമിനകത്ത് കഥ കടച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ജോലി കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ തന്റെ ഭാര്യയോടൊപ്പം ഇരിക്കാൻ തന്റെ ഉമ്മാനൊന്ന് കാണാൻ വേണ്ടി കടന്നു വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്റെ മകനോട് പറഞ്ഞിട്ട് പൊന്നുമോനെ ദേഷ്യപ്പെടുത്തിയിട്ട് മരുമകളെ തല്ലിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ടെന്നറിയോ, വാപ്പമാരുണ്ടെന്നറിയോ. നീ കൊണ്ടുപോയിട്ട് കാര്യം തീർക്കലാ എന്ന് പറയുമ്പോഴത്തേക്ക് പടച്ചുറപ്പേ അവിടെ കൊണ്ടുപോയിട്ട് കാര്യം തീർക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ. അല്ലാഹുവേ പടച്ചുറപ്പേ, എന്നിട്ട് തലാഖ് ചൊല്ലിയിട്ട് പടച്ചവനെ കണ്ണീരോടുകൂടെ കഴിയുന്ന, ജീവിതം പാതി വഴി നഷ്ടപ്പെട്ടതുപോലെ കഴിയുന്ന എത്രയോ പെൺമക്കളുണ്ടെന്നറിയോ.
അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിക്കുന്നുണ്ട്, മോനെ നിന്നെ അല്ല വെറുതെ വിടൂല. എടാ, ഒരു പെണ്ണിന്റെ കണ്ണുനീരെന്ന് പറഞ്ഞാൽ അള്ളാഹുവേ പടച്ചുറപ്പേ നിന്റെ ജീവിതത്തിൽ അത് നഷ്ടങ്ങളാ വരുത്തുന്നത്. എനിക്ക് പിന്നെ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. ഒരു കുറ്റവുമില്ല, ഒരു കുറവുമില്ലാതെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് പണത്തിന്റെ പേരില്, സമ്പത്തിന്റെ പേര് പറഞ്ഞിട്ട്, സ്ത്രീധനം കുറഞ്ഞതിന്റെ പേര് പറഞ്ഞിട്ട്, പണ്ടം കുറഞ്ഞതിന്റെ പേര് പറഞ്ഞിട്ട് വീട്ടിനകത്തേക്ക് തള്ളിവിടല്ലടാ. നിന്റെ ഉമ്മാടെ വാക്ക് കേട്ടിട്ട്, നിന്റെ വാപ്പാടെ വാക്ക് കേട്ടിട്ട് അവിടെ നീ ഉപദ്രവിച്ചാൽ നിന്നെ അല്ലാഹു തആല ദുനിയാവിൽ വെച്ചിട്ട് തന്നെ പരീക്ഷിക്കുന്നതാണ്. ആറാമത്തെ കാര്യം എന്തെന്നറിയോ? മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണത്തിന് കുറ്റം പറയരുത് വാപ്പാ, ആ ഭക്ഷണത്തിന് നിങ്ങൾ കുറ്റപ്പെടുത്തരുതേ. മരുമകളെ കുറിച്ചിട്ടും മകനോട് കുറ്റം പറയരുത്. അതേപോലെ തന്നെ മകളുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാവും. ഒന്ന് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞ കുറ്റം കിട്ടും, ഒന്ന് പച്ച നോണ പറഞ്ഞതിന്റെ കുറ്റം വൈലാറ് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല എത്ര കുറ്റങ്ങൾ അതിലൂടെ വരുന്ന. ഭക്ഷണത്തെ പറഞ്ഞത്, മരുമകളെ പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് അല്ലാഹു തആല നന്മകളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളെ പിടിച്ചിട്ട് രാവിലെ മദ്രസക്ക് നമ്മൾ എണീറ്റ് വിട്ടാൽ നമ്മുടെ മക്കളെ പഠിക്കുന്നതിനും അവരുടെ ചവിട്ടടി ഒക്കെ നമുക്കും പ്രതിഫലം എന്ന പോലെ തന്നെയാണ് ഈ തെറ്റുകൾ ചെയ്താൽ അതിന്റെ ഓരോ സാഹചര്യങ്ങൾക്കും നമുക്കതനുസരിച്ച് അല്ലാഹു തആല തിന്മകളെ എഴുതുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. വെറുതെ വേണ്ടാത്ത പണിക്കണം. അല്ലാതെ തന്നെ പടച്ചവന്റെ മുമ്പിൽ കുറെ പറയാല്ലേ, അല്ലാതെ തന്നെ കണ്ടതും കേട്ടതൊക്കെ പടച്ചവന്റെ മുമ്പിൽ നമുക്കൊക്കെ കുറെ പറയാല്ലേ. പിന്നെ എന്തിനായി പണിക്ക് പോകുന്നത്? പിന്നെ എന്തിനായി പണിക്ക് പോകുന്നേ? എന്റെ പ്രിയമുള്ളവരെ, ഏഴാമത്തെ കാര്യം എന്തെന്നറിയോ? ഏഴാമത്തെ അറിയോ? നിന്റെ മരുമകൾ വീട്ടിനകത്ത് എത്ര പണിയെടുത്താലും അവൾ ഇവിടെ ചടഞ്ഞിരിക്കായിരുന്നു എന്ന് പറയരുത്. ആരാ ഇവിടുത്തെ പണിയെടുക്കുന്നത്? ആരാ ഇവിടെ അത് തൂത്തിയത്? ആരാ മാറിയത്? ആരാ ഭക്ഷണം? ഒക്കെ ഞാനാ. അവളതാ വെറുതെ എങ്ങനെ കുളിച്ചു മാറ്റിയിട്ട് അവളങ്ങനെ ഇരിക്കും പറയരുത് എന്റെ പ്രിയമുള്ളവരെ. അത് പറഞ്ഞാൽ അങ്ങനെ പറയരുത്. അതില്ലാത്തതാണെങ്കിൽ നീ അങ്ങനെ പറയരുത്. ഒക്കെ മക്കളോട് ഇങ്ങനെ പറയാം. ഓള് എന്ത് കാട്ടിയാലും ഉമ്മാക്ക് അത് കാണൂല. അന്ന് ഉമ്മാക്ക് കണ്ണ് മൂടി കെട്ടിയതുപോലെ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? എത്ര പണിയെടുത്താലും അവളെ എന്ത് പണിയായി ഇവിടെ എടുക്കല്, ഞാനല്ലേ അതെല്ലാം എടുക്കല്, അല്ലെങ്കിൽ മറ്റോനല്ലേ അത് എടുക്കല് എന്ന് പറയുന്ന അമ്മായി ഉമ്മമാർ ചെയ്യരുത്. അല്ല നിങ്ങളെ വെറുതെ വിടോടാ. അല്ല നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കുടുംബജീവിതം തകരാനും കുടുംബജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടാനും ഇത് കാരണം. പിന്നെ എവിടുന്നാ കുടുംബത്തിൽ ബർക്കത്ത് ഉണ്ടാവാ? എവിടുന്നാ പിന്നെ ബർക്കത്ത് കിട്ടുക? നമ്മൾ ദുആ ചെയ്യാൻ പറയും, നിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം മുഴുവനും പള്ളിക്കും മക്ബറക്കും ഖജന എല്ലാം ദീനിന് വേണ്ടി വാരി വാരി കൊടുത്താലും ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലാഹു തആല പുറത്തുതരുമോ? ഇതൊരു വ്യക്തിയുമായിട്ടുള്ളത്. ആ വ്യക്തിയോട് പോയിട്ട് കാല് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞോ എന്നാ നിനക്ക് പുറത്തുതരും. അല്ലാന്നുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അവർ നിന്നെ ചോദ്യം ചെയ്യും. നിന്റെ കോളർക്ക് പിടിച്ചിട്ട് അവർ പിറകോട്ട് വലിക്കും. ഈ സ്വർഗത്തിന്റെ വഴി പോലും കാണൂല, വാസന പോലും കേൾക്കൂല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇവിടുന്ന് എങ്ങനെ കയറി പോകുന്ന ഒരു കുടുംബം ഇവിടെ തകർത്തിട്ടാണ് നീ നടന്നു പോകുന്നത്. എന്ത് കിട്ടും നിനക്ക്? ഈമാൻ കിട്ടിയിട്ട് മരിക്കാൻ കഴിയോ? ഈമാൻ കിട്ടിയിട്ട് മരിക്കാൻ കഴിയോ? അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടത് എങ്ങനെയാ? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഈമാൻ കിട്ടിയിട്ട് പോണം. അങ്ങനെ നിനക്ക് പോകാൻ കഴിയോ? അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.